തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി അധികാരത്തിലേറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം പേട്ട വാർഡിൽ നിന്നും വിജയിച്ച LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപക് ഉണ്ട്. ഒരു പുതിയ ഭരണസമിതി ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇനിയുള്ള ഒരു കാര്യങ്ങൾ? നമ്മളൊരു ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഇന്ന് ഇവിടെ സത്യപ്രതിജ്ഞയ്ക്കകത്ത് പങ്കെടുക്കുന്നത്. അത് ഒരു 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 പ്രതിപക്ഷത്ത് ശക്തമായിട്ടുള്ളൊരു നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. യാതൊരു തരത്തിലും ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയല്ല ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വന്നത്. പക്ഷേ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു നിയമാടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അത് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ തന്നെ കൗൺസിൽ ഹാളിൽ ഈ പറയുന്ന സത്യപ്രതിജ്ഞ നടക്കുന്ന അധികാരിലിരിക്കുന്ന ഹാളിനകത്ത് തന്നെ കയറിയിരുന്ന് ഗണഗീതം പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSും BJP ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തുടക്കം തന്നെ വർഗീയവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെത്തി എന്നുള്ളതാണ്. ഇതുപോലെ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു നിയമാടിസ്ഥാനത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ലാത്ത കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ അരങ്ങേറിയത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സെക്യുലറായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് പകരം തികച്ചും വർഗീയമായിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങായി ഇതിനെ മാറ്റുകയും ഈ പറയുന്നത് പോലെ ഒരു നിയന്ത്രണവും ഇല്ലാത്ത രൂപത്തിൽ ആളുകളെല്ലാം ഇടിച്ചു കയറി വന്നതെന്ന് ഈ പറയുന്നത് പോലെ തന്നെ ബഹളം ഉണ്ടാക്കുകയും ഗണഗീതം പാടുകയൊക്കെ ചെയ്ത് ഇതിനെ ഒരു വർഗീയമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാക്കി കോർപ്പറേഷനെ മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ പറയുന്ന കഴിഞ്ഞ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു സൗഹൃദമായിട്ട് ഒരു മതനിരപേക്ഷത ഒരു സെക്യുലറായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനെ എല്ലാം തുടക്കത്തിൽ തന്നെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ വർഗീയമായിട്ട് ഈ കാര്യങ്ങളെ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവസാനം ഈ പറയുന്ന കൗൺസിൽ ഹാളിനകത്ത് കയറി RSS വോളണ്ടിയർമാരായിട്ടുള്ള ആളുകൾ ഗണഗീതം പാടി എന്നുള്ളതാണ്. അത് എല്ലാവരും മാധ്യമങ്ങൾ മുഴുവൻ കണ്ടതാണ്. അങ്ങേറ്റം തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കടുത്ത പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരേണ്ടതാണ് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. ഇപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ ജനാധിപത്യത്തെ അംഗീകരിച്ചൊരു നല്ല പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്നത് പോലുള്ള ഈ വർഗീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വേദിയായിട്ടാണ് ഇത് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കടുത്ത പ്രതിഷേധത്തിലേക്ക് വരേണ്ടി വരുമെന്നുള്ള കാര്യത്തിനകത്ത് സംശയം. ഇനിയും ഇത്തരത്തിൽ തുടരാനാണ് ഒരു തയ്യാറെടുപ്പെങ്കിൽ അതിനെ LDF ശക്തമായിട്ട് നേരിടും. ശക്തമായിട്ടുള്ള എതിർപ്പ് ഇതിനകത്ത് വരും. നമ്മുടെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ഒരു മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന ഈ നമ്മുടെ നാട്ടിലെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ ഇതിനെതിരെ പ്രതിഷേധിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ആ പ്രതിഷേധത്തിന് നമ്മൾ ഈ പ്രധാന പ്രതിപക്ഷം എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. തീർച്ചയായും ആദ്യ ദിവസം തന്നെ അങ്ങനെ വിവാദങ്ങളോടുകൂടിയാണ് തുടങ്ങുന്നത്. ഏതായാലും ഈ ശക്തമായ രീതിയിൽ ഇത്തരത്തിലാണ് ഒരു ഭരണം തുടരുന്നതെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിപക്ഷം അതിനെ ശക്തമായ രീതിയിൽ എതിർക്കുമെന്ന് തന്നെയാണ് ദീപക് ഇപ്പോൾ നമ്മളോട് സൂചിപ്പിച്ചത്. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.